സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. 2 മാസത്തെ അവധിക്കാലം അവസാനിച്ച ശേഷമാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഇക്കുറിയും കുട്ടികളുടെ അന്നം മുട്ടിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉച്ചഭക്ഷണം, യൂണിഫോം ഉൾപ്പെടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോലും സർക്കാരിന് ആയിട്ടില്ല. പല സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതാവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പല കെട്ടിടങ്ങളും തകരാറിലായ അവസ്ഥയിൽ തന്നെയാണ്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല. അതുപോലും നടത്താതെയാണ് ഈ പ്രവേശനോത്സവം എന്നുള്ള രീതിയിൽ കുട്ടിഘോഷിച്ച് സർക്കാർ നടത്തുന്നത്. സംസ്ഥാനത്തെ വിലക്കയറ്റത്തിലും കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങിക്കുവാനുള്ള തിരക്കിൽ, ഈ അവസാനവട്ട തിരക്കിൽ തന്നെയാണ് രക്ഷകർത്താക്കൾ. ആ ഒരു വിലക്കയറ്റം രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നാളെ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ പോകുന്നത്. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്നാലും നാളെ സ്കൂളുകളിൽ മണിമുഴക്കം വീണ്ടും തുടങ്ങുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നടത്തുന്നത്. പ്രവേശനോത്സവം അതിഗംഭീരമായിട്ട് തന്നെ എല്ലാ വർഷവും കൊട്ടിഘോഷിക്കാറുണ്ട് സർക്കാർ. പക്ഷെ അപ്പോഴും നമ്മൾ പറയേണ്ടത്, സർക്കാർ സ്കൂളുകളിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്ക് യൂണിഫോമോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ പാഠപുസ്തകങ്ങളോ പോലും കാര്യമായിട്ട് വിതരണം ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. രജനി, അതാണ് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ മുതൽ 2 മാസത്തെ വേനലവധിക്ക് ശേഷം സ്കൂളുകളിൽ മണിമുഴക്കം കേട്ടു തുടങ്ങുകയാണ്. 3 ലക്ഷത്തോളം കുരുന്നുകളാണ് ആദ്യമായി സ്കൂളുകളിലേക്ക് നാളെ എത്താൻ പോകുന്നത്. സംസ്ഥാന വ്യാപകമായി 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നാളെ വിവിധ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കുറി എറണാകുളം ജില്ലയിലാണ് നടക്കുന്നത്. എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഈ ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്യും. കൊച്ചു കുരുന്നുകളെ, അതായത് ആദ്യമായി 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ വർണ്ണാഭമായ ഒരുക്കങ്ങളാണ് എല്ലാ സ്കൂളുകളിലും ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തന്നെയാണ് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കകളും പ്രതിസന്ധികളും നിറഞ്ഞൊരു അധ്യയന വർഷം കൂടി ആയിരിക്കും ആരംഭിക്കാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ എല്ലാ ദിവസവും ഒപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസവും ഒക്കെ പാലും മുട്ടയും ഒക്കെ നൽകേണ്ട പദ്ധതി സംസ്ഥാന സർക്കാർ കൊട്ടി ആഘോഷിച്ചാണ് നടപ്പിലാക്കിയത്. പക്ഷേ പല സ്കൂളുകളിലും ഈ ഉച്ചഭക്ഷണത്തിന് പണമില്ലാത്ത സാഹചര്യം, സംസ്ഥാന സർക്കാരിന്റെ വിഹിതമടക്കം നൽകാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അധ്യാപകരും ബുദ്ധിമുട്ടുന്ന ഒരു കാലത്തുകൂടിയാണ് ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 150 മില്ലി ലിറ്റർ വീതം പാല് ഒപ്പം തന്നെ ഒരു മുട്ട എന്ന കണക്ക് അത് വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള സാഹചര്യം പല സ്കൂളുകളിലും ഇല്ല. സ്വന്തം അധ്യാപകരും ഒപ്പം തന്നെ പ്രഥമ അധ്യാപകരുടെയും സ്വന്തം കയ്യിൽ നിന്നുള്ള കാശെടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പല സർക്കാർ സ്കൂളുകളും പോകുന്നു എന്നൊരു ആക്ഷേപം കൂടി നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയിലടക്കം നമ്മൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിവിധ അധ്യാപക സംഘടനകളടക്കം അതിൽ വിമർശനവും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, പാഠപുസ്തക വിതരണം ഒക്കെ കൊട്ടി ആഘോഷിച്ചാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും നിർവഹിച്ചിട്ടുള്ളത്. അതിൽ ഇനി എത്രത്തോളം കുട്ടികളിലേക്ക് പാഠപുസ്തകം എത്തും എന്നുള്ളതാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. യൂണിഫോമും പല സ്കൂളുകളിലും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ അവസാന മണിക്കൂറിലും എന്നുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ കൊട്ടി ആഘോഷിച്ച് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്കൂളുകളിലെല്ലാം തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ കെ-ഫോണിലൂടെ നടപ്പിലാക്കും എന്നുള്ളത്. പക്ഷേ 99% വിദ്യാലയങ്ങളിലും ആ ഒരു പദ്ധതി എത്തിയില്ല എന്ന് മാത്രമല്ല, മുൻപ് നൽകിക്കൊണ്ടിരുന്ന BSNL കണക്ഷൻ വിച്ഛേദിച്ചതുകൂടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇരട്ടി തലവേദനയാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വിദ്യാർത്ഥികളുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ തന്നെ നടത്തേണ്ടത് ഇന്റർനെറ്റ് വഴിയാണ്. അതിന് കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രഥമ അധ്യാപകരടക്കം വലയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും പ്രതിസന്ധികളും ആശങ്കകളും നിറഞ്ഞ ഒരു അധ്യയന വർഷത്തിന് കൂടിയാണ് നാളെ തുടക്കം കുറിക്കാൻ പോകുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലടക്കം വിവിധ സ്കൂളുകളിൽ വർദ്ധാഭമായ ആഘോഷങ്ങൾക്കൂടെ ആയിരിക്കും ഈ ഒരു സ്കൂൾ പ്രവേശനോത്സവം നടക്കുക. അതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ
എല്ലാ സ്കൂളുകളിലും പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്കൂളുകളുടെ ശുചീകരണം, നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ എത്രത്തോളം നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. കാരണം ശാലിനിക്ക് ഓർമ്മ ഉണ്ടാകുമോ എന്നറിയില്ല, ശാസ്തമംഗലം സ്കൂളിൽ കുരുന്നുകൾ, അതായത് കൊച്ചുകുട്ടികൾ തങ്ങൾക്ക് ആ സ്കൂളിലിരുന്ന് പഠിക്കാൻ കഴിയില്ല, പൊടിയാണ്, ഒപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നത് രക്ഷകർത്താക്കളും അതുപോലെ തന്നെ PTA അംഗങ്ങളും ഒക്കെ തന്നെ. അതേപോലെ നിരവധി സ്കൂളുകൾ സംസ്ഥാനത്തുണ്ട്. ഈ സർക്കാർ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്ന പിണറായി, അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതൊന്നും തന്നെ കാണുന്നില്ല. വീണ്ടും ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നു. എന്താകും കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി എന്നാണ് ആലോചിക്കുന്നത്? രജനി, അത് തന്നെയാണ്. ശാസ്തമംഗലത്തെ ഒരു LP സ്കൂളിലാണ് അത്തരത്തിലൊരു കാഴ്ച നമ്മൾ അന്ന് ജനം TV-യിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചത്. കുരുന്നു കൂട്ടുകാരാണ്, അവർക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതിനുള്ള സൗകര്യങ്ങളും നിർമ്മാണങ്ങളും വൈകുന്നതും കരാറുകാരുടെ ചില പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു അന്ന് ആശങ്കകളായി ഉണ്ടായത്. എന്തായാലും പുതിയ അധ്യയന വർഷത്തിലെങ്കിലും അത്രയും കൂട്ടുകാർ പുതിയ ക്ലാസ്സുകളിലും പുതിയ മുറികളിലും ബെഞ്ചുകളിലും ഇരുന്ന് പഠിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മികവിന്റെ കേന്ദ്രങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് മുൻപിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആശങ്കകളും ആകുലതകളും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ തന്നെ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാകും ഈ അധ്യയന വർഷം എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെ ഔദ്യോഗികമായിട്ടുള്ള പ്രവേശനോത്സവ ഉദ്ഘാടനം രാവിലെ 9:30 കൂടി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംസ്ഥാന വ്യാപകമായി 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുന്നത്. രജനി, ശാലിനി, അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് രക്ഷിതാക്കൾ ഒന്നടങ്കം തന്നെ. പക്ഷേ അവരപ്പോഴും പറയുന്നുണ്ട്, പലയിടത്ത് ചെല്ലുമ്പോഴും വലിയ വിലയാണ് ബുക്കിനായിരുന്നാലും ബാഗിനായിരുന്നാലും മറ്റ് ഷൂസ്, സോക്സ്, അങ്ങനെ കുടകൾ ഓരോന്നിനും. കുട്ടികൾ പറയുന്ന അവരുടെ ആവശ്യപ്രകാരമുള്ള ഓരോ ബ്രാൻഡുകളാണ്. ആ ബ്രാൻഡുകൾ അനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. കാരണം അത്രയ്ക്കാണ് വിലക്കയറ്റം. രജനി, അത് തന്നെ പൊതു വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായ ഒരു സാഹചര്യം. ആ വിലക്കയറ്റം സ്കൂൾ വിപണിയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ, പ്രത്യേകിച്ച് ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ അടക്കം വാങ്ങാൻ വലിയ രീതിയിൽ വിലക്കയറ്റം സാരമായി തന്നെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ആശങ്കകളൊക്കെ മാറ്റി നിർത്തി കയ്യിലുള്ളതെല്ലാം പെറുക്കി വിലക്കയറ്റത്തെയും അതിജീവിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികൾക്കായി അവരുടെ മാതാപിതാക്കൾ അത്തരത്തിൽ സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാ രീതിയിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഓരോ വീടുകളിലും ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ്. കാരണം പല കുട്ടികളും ആദ്യമായി അക്ഷരലോകത്തേക്ക് എത്തുന്നു. സ്വാഭാവികമായും അതിന്റെ ഒരു ഒരുക്കങ്ങൾ, അവർ ത്രില്ലടിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങൾ, എന്തായാലും അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി നാളെ പ്രവേശനോത്സവം നടക്കുകയാണ്. എന്തായാലും 2 മാസത്തെ ഒരു ഇടവേള, അത് മഴക്കാലമൊക്കെയാണ്. ആ ഒരു ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുന്നു, സജീവമാകുന്നു. തലസ്ഥാന ജില്ലയിലടക്കം ഈ സ്മാർട്ട് റോഡുകളുടെ കുഴികളും ഒക്കെയായി ചില ആശങ്കകൾ നിറഞ്ഞ ഒരു വിദ്യാർത്ഥി കാലഘട്ടം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമായിരിക്കും തിരുവനന്തപുരം ജില്ലയുടെ നഗരമേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഏഷ്യയിലെ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന കോട്ടൺ ഹിൽ സ്കൂളിൽ അടക്കമുള്ള സ്കൂളുകളിൽ വർണ്ണാഭമായ ആഘോഷങ്ങളോടെയായിരിക്കും നാളെ പ്രവേശനോത്സവം നടക്കുക എന്നുള്ളതാണ് PT അടക്കം അറിയിച്ചിട്ടുള്ളത്. അതിൽ ഒരുക്കങ്ങൾ പൂർത്തിയാണ്. നാളെ രാവിലെയോടുകൂടി പ്രവേശനോത്സവം നടക്കും. മറ്റന്നാൾ മുതൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 5-ാം തീയതി മുതൽ തന്നെ സജീവമായ അവരുടെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രജനി, സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. പ്രവേശനോത്സവം അതിഗംഭീരമായിട്ട് തന്നെ എറണാകുളത്തെ സ്കൂളിലാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോഴും വലിയ പ്രതിസന്ധികൾ, ചില ആശങ്കകൾ ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഈ ഒരു പ്രവേശനോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.